അരുണിമയ്ക്ക് എപ്പോഴെങ്കിലും ഡ്രോപ്പ് ചെയ്യണം, ഇത് വിട്ടു പോകണം, എനിക്കിത് പറ്റുന്നില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല. മോട്ടിവേറ്റഡ് മോട്ടിവേറ്റഡ് സെൽഫ് മോട്ടിവേഷൻ കുറച്ച് കൂടുതലായിരുന്നു. കാരണം ഞാനായിട്ട് ഒരു ജോലി കളഞ്ഞ് ഇതിന് വേണ്ടി ഇറങ്ങിയിട്ട് നമ്മൾ ഒരിക്കലും ബാക്ക് ഓഫ് ആവരുത്. തീരുമാനിച്ചതായിരിക്കണം. എഴുതിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വന്നാലും ശരി, നമ്മൾ അത് വിട്ടു പോവരുത്. പറ്റും എന്നുള്ള മൈൻഡിൽ തന്നെ നിൽക്കണം. പറ്റത്തില്ല എന്നൊരു മൈൻഡ് ഇടയ്ക്ക് വന്നു പോയാൽ പിന്നെ നമ്മൾ ഡൗൺ ആകും, പിന്നെ നമ്മൾ പഠിക്കില്ല. പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ആദ്യം മാറ്റുക. പറ്റും എന്നുള്ള, നമ്മൾ എഴുതിയെടുക്കും എന്നുള്ളൊരു മൈൻഡിൽ വേണം എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അപ്പിയർ ചെയ്യാനായിട്ട്. അല്ലാതെ പറ്റുമോ എന്നുള്ളൊരു ഡ്യുവൽ മൈൻഡ് നമുക്ക് പാടില്ല. എഴുതിയെടുത്തേ പറ്റും. ഈവൻ ഇഫ് 1 വേക്കൻസി ആണ്, ആ 1 വേക്കൻസി നമുക്കുള്ളതാണ്. നമ്മൾ എത്ര ലക്ഷം പേര് എഴുതുന്നു എന്നുള്ളത് നോക്കിയിട്ട് കാര്യമില്ല. ഒരു വേക്കൻസി ഉള്ള ആ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് പഠിക്കുക. അപ്പൊ അത് തന്നെയാണോ ഫ്യൂച്ചർ ആസ്പിറൻസിന് അരുണിമയ്ക്ക് കൊടുക്കാനുള്ളത്? അത് തന്നെയാണ്. കാരണം നമ്മൾ വേക്കൻസി പറയുന്ന കോമ്പറ്റീഷൻ ലെവൽ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ പാത്ത് ഇതാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സെക്ടറിലോട്ട് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. പാഷൻ ഫോളോ ചെയ്യുക. ഇതല്ല ആർക്കോ വേണ്ടിയിട്ട് പഠിക്കാൻ നിൽക്കരുത്. നമുക്കത് എഴുതിയെടുക്കണം എന്നൊരു എയിം ഉണ്ടെങ്കിൽ മാത്രമേ കോമ്പറ്റേറ്റീവ് എക്സാമിലോട്ട് കാലെടുത്ത് വെക്കാവൂ. കാരണം സ്ട്രെസ്ഫുൾ ആണ്, നല്ല രീതിക്ക് സ്ട്രെസ്ഫുൾ ആണ്. ഇപ്പം വർഷം പറഞ്ഞ പോലെ 2 വർഷത്തിനുള്ളിൽ കിട്ടണം എന്നില്ല. മേ ബി 1 ഇയറിനുള്ളിൽ കിട്ടിപ്പോവാം. ചിലപ്പം 5 to 6 years എടുക്കാം. ചിലപ്പോൾ കിട്ടാണ്ടിരിക്കാം. എല്ലാം അറിഞ്ഞിട്ട്, കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് വേണം. എത്ര ഡീപ്പായിട്ട് ഓരോന്നും പഠിക്കണം, എല്ലാം അറിഞ്ഞിട്ട് വേണം ഇതിലോട്ട് ഇറങ്ങാനായിട്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവല്ല്. എഴുതിയെടുക്കും എന്നുള്ള മൈൻഡിൽ വേണം നിൽക്കാനായിട്ട്.